കഥയുടെ ആരംഭത്തിൽ ഒരു കുട്ടിപ്പയ്യനെയാണ് കാണിക്കുന്നത്. അവനാണ് കഥയിലെ ഹീറോ. അവനെ കുറച്ച് കുട്ടികൾ ബുള്ളി ചെയ്യുമ്പോൾ അപ്പോൾ അവിടേക്ക് ഒരു പെൺകുട്ടി വന്ന് ഹീറോയെ ബുള്ളി ചെയ്യുന്ന പിള്ളേരെ വിരട്ടി. എൻ്റെ അനിയൻ്റെ മേൽ കൈ തൊട്ടാൽ പോലീസിനോട് പറയും, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ എന്ന് പറയുമ്പോൾ ആ പിള്ളേരും പേടിച്ചോടി. അവനാണെങ്കിൽ അവളെ ആദ്യ കാഴ്ച തന്നെ ഇഷ്ടപ്പെട്ടു പോയി. ശേഷം അവൾ അവനെ കൈകൊടുത്ത് എഴുന്നേൽപ്പിച്ചു. ഹീറോയ്ക്ക് ഫാമിലി എന്ന് പറയാൻ ആരുമില്ല. അവളോട് നീ എൻ്റെ ഒരു ഫാമിലി ആയിട്ട് ഇരിക്കുമോ എന്ന് ചോദിച്ചു. അന്നേരം അവളുടെ അമ്മ ഓടിയെത്തി. സത്യത്തിൽ അവർ ആ ഗ്രാമം മൊത്തം ചുറ്റിക്കറങ്ങാൻ വേണ്ടിയാണ് വന്നിരുന്നത്. അപ്പോൾ അവൾ അമ്മയോട് നമുക്കിവനെ എൻ്റെ അനിയനായിട്ട് ദത്തെടുക്കാം, അവനെന്ന് പറയാൻ ആരുമില്ലെന്ന് പറയുമ്പോൾ അവരും അതിന് സമ്മതിക്കുന്നു. എന്നാൽ ചില കാരണത്താൽ അവനെ ദത്തെടുക്കാൻ പറ്റിയില്ല. ശേഷം അവൾ ആ ഗ്രാമം വിട്ടു പോകുമ്പോൾ അവൾക്ക് പിന്നാലെ ഓടിച്ചെന്ന് അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മണി കൊടുത്തിട്ട് ഉറപ്പായിട്ടും നിന്നെ കാണാൻ ഞാൻ വരുമെന്ന് പറഞ്ഞ് അവളും പാരൻസിനൊപ്പം പോയി. ഇപ്പോൾ 15 വർഷം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഉറക്കത്തിൽ എഴുന്നേറ്റ് അവൾക്ക് ഇതൊക്കെ ഒരു സ്വപ്നം പോലെ വരികയാണ്. പെട്ടെന്ന് ഇത്രയും വർഷം നടന്ന കാര്യം എന്താണവോ ഒരു സ്വപ്നം പോലെ വരുന്നെന്ന് ചിന്തിക്കുമ്പോൾ ആരോ കോളിംഗ് ബെല്ലടിക്കുന്നു. ഇവളും പോയി ഡോർ ഓപ്പൺ ചെയ്തതും ഹീറോയെ കാണുകയാണ്. വർഷങ്ങൾ കടന്നു പോയത് കൊണ്ട് അവൾക്ക് അവൻ ആരാണെന്ന് പോലും അറിയില്ല. എന്നാൽ ഹീറോ അവളെ കണ്ടതും ഒരുപാട് ഹാപ്പി ആവുന്നു. അവൻ്റെ കൂടെ ഒരു ലേഡിയും കാണും. അപ്പോഴേക്കും അവളുടെ അച്ഛൻ വന്ന് ഇവരാണ് മോളെ ഞാൻ രണ്ടാമത് കെട്ടാൻ പോകുന്ന ആള്, ഇത് അവളുടെ മകനാണ് എന്ന് പറഞ്ഞ് ഹീറോയെ പരിചയപ്പെടുത്തുന്നു. ഇനി മുതൽ ഇതാണ് നിന്റെ ചേച്ചിയെന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് അവളെയും പരിചയപ്പെടുത്തി കൊടുത്തി. എന്നാൽ ഹീറോ കുട്ടിയായിരുന്നപ്പോൾ ആരോരും ഇല്ലാതിരുന്ന ആളായിരുന്നു. എങ്ങനെ അവന് ഒരു അമ്മ കിട്ടി എന്ന് വെച്ചാൽ അതെല്ലാം അവൻ അവളെ കാണാൻ വേണ്ടി തന്നെ ഒരുക്കിയതാണ്. അവിടെ അമ്മയായി അഭിനയിക്കാൻ ഒരു ലേഡിക്ക് ഒരു മാസം 1 മില്യൺ തരാം എന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതിനാലാണ് അവളുടെ അച്ഛനെ കറക്കി എടുത്ത് വിവാഹം കഴിക്കുന്ന തരത്തിലെത്തിച്ചത്. ഇതെല്ലാം അവളെ കണ്ടുമുട്ടാനും അവളുമായി ക്ലോസ് ആയി ഇടപെടാനും കൂടിയാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന അവളുടെ അച്ഛൻ സന്തോഷം കാണുമ്പോൾ അവൾക്കും ഹാപ്പി ആവുന്നു. അവളുടെ അമ്മ മരിച്ചതിൽ പിന്നെ അച്ഛനാണ് ഒറ്റയ്ക്ക് എല്ലാ കാര്യം ചെയ്തത്. അതിനാൽ അവർ രണ്ടുപേരെ വിവാഹം കഴിക്കുന്നത് വരെ വീട്ടിൽ താമസിക്കാനായി സമ്മതിക്കുന്നു. അപ്പോൾ ഹീറോ അവളോട് നിങ്ങൾക്ക് വല്ല ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിനവൾ ഉത്തരവൊന്നും പറയാതെ തല തിരിച്ചു. അപ്പോൾ ഹീറോ ചോപ്സ്റ്റിക്ക് വേണമെന്ന് വെച്ച് താഴെയിട്ടിട്ട് എടുക്കുന്നത് പോലെ കുനിഞ്ഞതും അവളുടെ ഡ്രസ്സ് പിടിച്ച് നീ എനിക്ക് മാത്രം സ്വന്തം എന്ന് പറയുന്നു. അന്ന് രാത്രി അവൾ ഉറങ്ങുമ്പോൾ അവളുടെ റൂമിൽ ഹീറോ അവൻ്റെ വേഷമെല്ലാം മാറി അവൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവളുടെ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് അവൻ്റെ കൈ ഒക്കെ ചുരുട്ടി അവൻ്റെ പവർ യൂസ് ചെയ്ത് അവളുടെ സ്വപ്നത്തിൽ കയറുകയാണ്. ഇപ്പോൾ സ്വപ്നത്തിൽ അവളുടെ ശരീരത്തിൽ എന്തൊന്ന് ഫീൽ ആവുന്നു. ഹീറോ അവളെ എഴുന്നേൽപ്പിച്ചതും ആരാണ് നീ എന്ന് ചോദിച്ചു. പക്ഷെ സ്വപ്നത്തിൽ ഹീറോയുടെ മുഖം വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. ഞാൻ നിന്റെ ഭാവി ഭർത്താവാണെന്ന് പറഞ്ഞ് അലക്സ് ചെയ്യുകയാണ്. പിറ്റേന്ന് എഴുന്നേറ്റതും എന്തോ ഭയാനകമായ സ്വപ്നം കണ്ടതുപോലെ പേടിക്കുകയും ആ സ്വപ്നമാണെങ്കിൽ അവൾക്ക് റിയലായിട്ട് തന്നെ ഫീലും ആവുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അത് സ്വപ്നം പോലെ എന്നോർത്ത് അവൾ ബെഡിൽ നിന്ന് പോകുമ്പോൾ ബെഡിൽ ബ്ലഡ് കാണുന്നു. അത് അവൾ നോട്ട് ചെയ്യുന്നില്ല. അവളുടെ ബോഡിക്കാണെങ്കിൽ നല്ല പെയിനുമുണ്ട്. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ല. കുളിയെല്ലാം കഴിഞ്ഞ ശേഷം വരുമ്പോൾ ഹീറോയുമായി കൂട്ടിമുട്ടുന്നു. ഹീറോ അവളെ ആ കോലത്തിൽ കാണുമ്പോൾ അവൻ്റെ കണ്ണ് എടുക്കാനേ പറ്റുന്നില്ല. അവൾക്കും അൺകംഫർട്ടബിൾ ആയിട്ട് ആവുകയും എന്തിനാണ് എൻ്റെ റൂമിൽ കയറിയത് എന്ന് ചോദിച്ചു. ഫുഡ് ഒരുക്കിയിട്ടുണ്ട്, അത് പറയാനാണ് വന്നതെന്ന് ഹീറോ പറയുന്നു. ഇപ്പോൾ ഫുഡ് കഴിക്കാനായി വരുമ്പോൾ അവൾ അവിടെ അനിയനെ പോലെ കണ്ട് സംസാരിക്കുമ്പോൾ അവൻ്റെ മുഖം കണ്ടതും സ്വപ്നത്തിൽ കണ്ട അതേ ആളെ പോലെ കാണും. ചുണ്ടും ഒരേപോലെയാണല്ലോ എന്ന് ചിന്തിച്ച് പേടിച്ച് അവളുടെ കയ്യിലുണ്ടായ ഫുഡ് അവന് മേൽ വീഴുന്നു. ഇവളും സോറി അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് തുടച്ചു കൊടുക്കുമ്പോൾ ഹീറോ അവളുടെ കൈ പിടിച്ച് അവളെ തന്നെ നോക്കി. അപ്പോൾ അന്നേരം ഹീറോയുടെ ശരീരത്തിലെ ബട്ടർഫ്ലൈ തുമ്പി തിളങ്ങുന്നു. എന്നാൽ അത് അടുത്ത നിമിഷം മറിഞ്ഞുപോയി. അവൾക്ക് ചുറ്റിനും അത്ഭുതം നടക്കുന്നതിനാൽ അവൾ അത് കണ്ടിട്ട് അവളുടെ തോന്നലായിരിക്കും എന്നാണ് കരുതുന്നത്. എന്നാൽ അപ്പോഴും ഹീറോ അവളുടെ കൈ പിടിച്ച് തുടച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ കറക്റ്റ് ടൈമിലായിരിക്കും അവളുടെ ബോയ് ഫ്രണ്ട് അവിടെ വരുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട് തെറ്റിദ്ധരിച്ച് നേരെ ഹീറോയ്ക്ക് ഒരടി കൊടുത്തു. ആരാണ് നീ? ആരുമില്ലാത്ത വീട്ടിൽ കയറി എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നത്? അവളും അവൻ എൻ്റെ അനിയനാണെന്ന് കേൾക്കുമ്പോൾ അവന് കൈമാറ്റുന്നു. എന്നാൽ ഹീറോ അവൻ്റെ കൈ മുറുകെ പിടിച്ച് അവൾ എനിക്ക് മാത്രമാണ്, ഞങ്ങൾക്കിടയിൽ നീ കണ്ടാത്ര തന്നെ. അവനാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഹീറോയും ഇവൻ വന്ന് അടിച്ച് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞ് നടിക്കുന്നു. അവളും ഹീറോയെ സമാധാനിപ്പിച്ചിട്ട് ബോയ് ഫ്രണ്ട് എൻ്റെ അച്ഛൻ വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ പോവുകയാണ്, നീ ഇത്ര പരിഭ്രാന്ത ആവേണ്ട കാര്യമില്ല, ഇവൻ എൻ്റെ സ്റ്റെപ്പ് അനിയനാണ്, നീ അടിച്ചതിന് അവളോട് ക്ഷമ പറഞ്ഞേക്ക്. എന്നാൽ ബോയ് ഫ്രണ്ട് അവളോട് അവൻ നീ ഉദ്ദേശിക്കുന്ന ആളെ അല്ല, അവൻ്റെ ഉദ്ദേശം വേറെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവളും ദേഷ്യം വന്ന് നീ മര്യാദയ്ക്ക് ക്ഷമ പറഞ്ഞേക്ക്, അവനും ഞാൻ പറയാം. ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മുടെ 3rd ആനിവേഴ്സറി ആണ്, ഇതിനിടയിൽ ഒരു വാക്ക് തർക്കം വേണ്ട എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് ഹീറോയുടെ മുഖത്ത് നോക്കി നിനക്ക് ഇഷ്ടമുള്ള ഹോട്ടലാണ് ബുക്ക് ചെയ്തേക്കണെന്ന് പറയുന്നു.
അത് കേട്ട ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവൻ്റെ മാജിക് കൊണ്ട് അവൻ്റെ അടുത്തുള്ള ടേബിളിൽ ഗ്ലാസ് കയ്യിലാക്കി ഗ്ലാസ് പൊട്ടിച്ച് കളയുന്നു. അത് കാണുന്നവൾ ഇത് ഞാൻ ടേബിളിൽ വെച്ചതാണല്ലോ, പിന്നെ ഇങ്ങനെ താഴെ വീണ് എന്ന് പറയുമ്പോൾ ഹീറോ അതിൻ്റെ കൈ കൊണ്ട് വീണതാണെന്ന് പറയുകയാണ്. എന്നിട്ട് ഹീറോ ബോയ് ഫ്രണ്ടിന് തുണി കൊടുത്തിട്ട് പാൻറ് നനഞ്ഞു പോയില്ലേ, മാറ്റിക്കോ എന്ന് പറയുന്നു. സത്യത്തിൽ അവനെ മാറ്റാൻ വേണ്ടിയാണ് ഹീറോ വെള്ളം തട്ടിത്തെറിപ്പിച്ചത്. ബോയ് ഫ്രണ്ട് പോയതിന് പിന്നാലെ അവളും പോയി. റൂമിലെത്തുമ്പോൾ അവൻ അവളോട് ഇങ്ങനെയൊക്കെ നടന്നതിൽ ക്ഷമ ചോദിക്കുകയും കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ആനിവേഴ്സറി ആണ്, അന്ന് നമുക്ക് ഒന്നാകാമെന്ന് കേൾക്കുമ്പോൾ അവൾക്ക് നാണാവുകയാണ്. അവന് തള്ളിപ്പോയിട്ട് ഡ്രസ്സ് മാറ്റാനായി പറഞ്ഞു. എന്നാൽ ഇതൊക്കെ ഹീറോ കേൾക്കുന്നുണ്ടായി. അവന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അതിനാൽ അവൻ്റെ ഊടക്കുഴലെടുത്ത് ഓതുന്നു. അന്നേരം ഒരു റെഡ് പാമ്പ് വരികയാണ്. എന്നാൽ ഈ സൗണ്ട് അവളും കേൾക്കുന്നുണ്ടായി. എന്താണെന്ന് പോയി ഹീറോയുടെ റൂമിലെത്തുന്നു. ഇവിടെ ഹീറോ അവന്റെ പെറ്റായ പാമ്പിനെ പറഞ്ഞിരിക്കുകയാണ്. ഭാഗ്യത്തിന് അവൾ റൂമിലേക്ക് കടക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. ഇവളും റൂമിലെത്തുമ്പോൾ ബോയ് ഫ്രണ്ട് അങ്ങനെയൊക്കെ ചെയ്തതിന് പെരുമാറിയതിനും ഹീറോയുടെ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഹീറോ അവളുടെ മുന്നിൽ നടന്നു വരുമ്പോൾ അവളും പിന്നാലെ നടന്നു. അങ്ങനെ പോകുമ്പോൾ അവളുടെ തല ചുമരിൽ മുട്ടാതെ ഹീറോ കൈവച്ച് പിടിച്ചു. നിന്റെ ബോയ് ഫ്രണ്ട് നല്ലവനായിരിക്കാം, അല്ല അവന് ഈ വീടിന്റെ ചാവി അവന്റെ പക്കലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ വരാനായിട്ട് കൊടുത്തതാണ്, ഇനി അതിന്റെ കാര്യമില്ല, ഞാനെപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാകും, ആ താക്കോല് തിരിച്ച് മേടിച്ചോ. ഇവിടെ അവളുടെ ബോയ് ഫ്രണ്ടിന് ഹീറോയെ കണ്ടതും എന്തോ പന്തികേട് തോന്നുകയാണ്. അപ്പോൾ കണ്ണാടിയിൽ അവന്റെ പിന്നാലെ ഹീറോയുടെ പെറ്റായ പാമ്പ് വരുന്നു. അത് കണ്ട് അവൻ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. ആ പാമ്പ് അവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അത് കണ്ട് ഭയങ്കരമായിട്ട് പേടിച്ച് ഓടി ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ തുറക്കാനേ പറ്റുന്നില്ല. കാരണം അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ ഡോർ ക്ലോസ് ചെയ്തിട്ടാണ് പോയത്. അവന്റെ സൗണ്ട് കേട്ട് ഇവളും ഹീറോയും ഓടിയെത്തുമ്പോൾ ഡോർ ഓപ്പൺ ആവുന്നില്ല. ഇതൊക്കെ ഹീറോയുടെ മാജിക് കാരണമാണ് ഓപ്പൺ ആവാത്തത്. അകത്താണെങ്കിൽ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കുമ്പോൾ ഡോർ ആണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അതിനാൽ എന്തെങ്കിലും ഉപയോഗിച്ച് ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഹീറോ അവളെ പിടിച്ചു നിർത്തി ഞാൻ തുറക്കാമെന്ന് പറഞ്ഞു വാതിൽ ചവിട്ടി തുറക്കുന്നു. അവളും പേടിച്ചു പോയി ബോയ് ഫ്രണ്ടിനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അകത്തൊരു വലിയ പാമ്പുണ്ട്. അത് കണ്ടാണ് പേടിച്ചെന്ന് കേൾക്കുമ്പോൾ അവളും പോയി നോക്കി. പക്ഷേ അവിടെയെങ്ങും ഒന്നും കാണുന്നില്ല. അപ്പോൾ ഹീറോ ഫേക്കായ പാമ്പ് ടോയ് എടുത്തു വന്ന് ചിലപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കും പേടിച്ചെന്ന് പറഞ്ഞു. അവനും സത്യത്തിൽ ഒരു വലിയ പാമ്പിനെയാണ് കണ്ടത് എന്ന് പറയുമ്പോൾ അവൾക്ക് ബോയ് ഫ്രണ്ട് പറയുന്നത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അത് വിട്ടേക്ക്, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്, നമ്മുടെ ആനിവേഴ്സറി ആണ് വരാൻ പോകുന്നത്, അന്ന് മീറ്റ് ചെയ്യാം എന്ന് പറയുന്നു. ഇത് കേട്ട് നിന്ന് ഹീറോയ്ക്ക് ദേഷ്യമാണ് വരുന്നത്. അന്ന് രാത്രി അവളുടെ റൂമിൽ കയറി മന്ത്രം ചൊല്ലി അവളുടെ സ്വപ്നത്തിൽ പോകുന്നു. എന്നിട്ട് അവളുടെ ഡ്രസ്സിന്റെ വള്ളിയൊക്കെ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ അവൾ കണ്ണു തുറന്നതും അവൾക്കത് ആരാണെന്ന് പോലും കാണാൻ പറ്റുന്നില്ല. ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നത് നീ എനിക്ക് മാത്രം സ്വന്തം എന്ന് പറഞ്ഞ് കിസ് ചെയ്യുകയാണ്. അവളും എനിക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, എന്നെ തൊടരുത് എന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് ദേഷ്യം വന്ന് അവിടെ കൈ പിടിച്ച് ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല, നീ എനിക്ക് സ്വന്തമായ ആള്, നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ വിട്ടില്ലെങ്കിൽ അവനെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് കിസ് ചെയ്യുകയാണ്. അപ്പോൾ അവളുടെ കയ്യിൽ ഒരു കുട്ടിപ്പാമ്പ് കണ്ട് പേടിച്ച് കണ്ണു തുറക്കുന്നു. പേടിച്ചവൾ വെള്ളമെടുത്ത് കുടിച്ചു. കണ്ടത് സ്വപ്നമായതിനാൽ ഗ്ലാസ് വെക്കുകയാണ്. പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരു പാമ്പിന്റെ പടം കണ്ടതും വീണ്ടും പേടിച്ച് ഒച്ചുണ്ടാക്കുകയാണ്. അവളുടെ സൗണ്ട് കേട്ട് ഹീറോ അവളുടെ റൂമിൽ വരുന്നു. അവനെ അപ്പോൾ അങ്ങനെ കാണുമ്പോൾ സ്വപ്നത്തിൽ വന്ന ആളെ പോലെ ഫീൽ ആവുന്നു. അങ്ങനെയൊന്നും കാണല്ലേ, ഓവറെ ചിന്തിക്കുന്നതെന്ന് കരുതി വിട്ടുകളയുന്നു. ഹീറോ എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒരു പൊട്ട സ്വപ്നം കണ്ട് പേടിച്ചതാണ് എന്ന് പറയുന്നു. എഴുന്നേറ്റ് പോകുമ്പോൾ അവൾ ഒന്ന് സ്ലിപ്പായിട്ട് വീഴുന്നു. ഹീറോ ആയിരിക്കും പേടിക്കുന്നത്. അന്നേരം ഹീറോയുടെ ശരീരത്തിൽ നിന്ന് ഒരു പ്രത്യേക സ്മെല്ല് വരുന്നു. അതവൾ സ്വപ്നത്തിൽ കണ്ട അതേ ആളുടെ സ്മെല്ലായിരിക്കും. വീണ്ടും വീണ്ടും മണത്ത് നോക്കുമ്പോൾ അവൻ അവളുടെ കൈ പിടിച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അവളും ഒന്നുമില്ല, നീ എൻ്റെ അനിയനാണ്, അത് നീ മറക്കണ്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അടുത്ത ദിവസം അവൾ വർക്ക് ചെയ്യുന്നിടത്ത് അവളാകെ ഡള്ളായിട്ട് ഇരിക്കുന്നതിനാൽ കാര്യം എന്താണെന്ന് അവളുടെ ഫ്രണ്ട് ചോദിക്കുമ്പോൾ കുറച്ച് നാളായി അവൾക്ക് ചുറ്റും നടക്കുന്നത് പോലും അറിയുന്നില്ല. വിനോദമായ സ്വപ്നമൊക്കെ കാണുന്നു. എന്റെ റൂമിനുള്ളിൽ ഒരു പാമ്പിനെ കണ്ടു. സ്വപ്നത്തിൽ ഒരു പയ്യൻ വന്ന് കിസ്സൊക്കെ ചെയ്യുന്നു. എന്റെ ബോയ് ഫ്രണ്ടിനെ വിട്ടില്ലെങ്കിൽ അവനെ ഇല്ലാതാക്കും, നീ എനിക്ക് മാത്രം സ്വന്തം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട അവളുടെ ഫ്രണ്ട് ചിരിക്കുകയാണ്. എന്നാൽ വരുന്ന സ്വപ്നം എല്ലാം റിയൽ ആയിട്ട് തോന്നുന്നെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലെ പാമ്പിന്റെ പടക്ക് കാണിക്കുന്നു. അത് കണ്ട അവളുടെ ഫ്രണ്ട് നിന്റെ വീട്ടിൽ അനിയനുള്ളതല്ലേ, ചിലപ്പോൾ പറ്റിക്കാനായിട്ട് അവനെന്തെങ്കിലും കാണിക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ നീ ഓവറായിട്ട് ചിന്തിക്കേണ്ട, 2 ദിവസം കൂടിയേ ഉള്ളൂ ആനിവേഴ്സറിക്ക്, ഇക്കാര്യം പറഞ്ഞ് നീ നിന്റെ ബോയ് ഫ്രണ്ടിനൊപ്പം ടൈം സ്പെൻഡ് ചെയ്യും, നിങ്ങൾ 2 പേരും ഒന്നായാൽ ഇങ്ങനെയുള്ള സ്വപ്നം വരില്ല എന്ന് പറഞ്ഞ് അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കുകയാണ്.
അങ്ങനെ അവളുടെ ആനിവേഴ്സറിക്കായിട്ട് ഡ്രസ്സെല്ലാം ചൂസ് ചെയ്യുകയാണ്. 2 ഡ്രസ്സിലും ഏതിടണമെന്ന് പോലും അറിയാതെ കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഹീറോ വന്ന് വൈറ്റായിരിക്കും ചേച്ചിക്ക് ചേരുന്നത്. ഈ സമയത്ത് നീ എന്താണ് ഇവിടെ ക്ലാസ്സില്ലെന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, അതാ വന്നത്. അവളും അവൻ പറഞ്ഞ ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ അവളെ ആ ഡ്രസ്സിൽ കാണാൻ ഹീറോ നോക്കി തന്നെ നിന്നുപോയി. നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇന്നെന്ത് പറ്റി ഭംഗിയായി ഒരുങ്ങിയിരിക്കുന്നത്, എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇന്നാണ് അവരുടെ 3rd ആനിവേഴ്സറി, അതിനാൽ റെഡി ആയതാണ്. ഇന്ന് രാത്രി ഞാൻ ഉണ്ടാകില്ല, ഡിന്നറൊക്കെ കഴിച്ച് നീ കിടന്നെന്ന് പറഞ്ഞ് അവൾ പോകുന്നു. അത് കേട്ടതും ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ ഒന്നിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയുകയാണ്. ഇവിടെ അവളും ബോയ് ഫ്രണ്ട് ഹോട്ടലായിരിക്കും. അവൻ അവളുടെ അടുത്തേക്ക് പോയി നമ്മൾ ഒന്നാകേണ്ട ദിവസം എത്തിയെന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു. എന്നാൽ അവിടെ ഇവൻ പറയുന്നതെല്ലാം ഹീറോ ഒരു തീക്കനലിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ശേഷം അവർ ഇവിടെ റൂമിൽ എത്തുകയാണ്. അപ്പോൾ അവൻ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം, നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവൾക്ക് കിസ് കൊടുത്തിട്ട് പോകുന്നു. ആ സമയത്ത് ഹീറോ അവൻ്റെ മാജിക് യൂസ് ചെയ്ത് അവളെ ഉറക്കിക്കിടത്തി സ്വപ്നത്തിൽ വരുന്നു. വന്നതും കഴുത്തിൽ കിസ് ചെയ്യുമ്പോൾ കണ്ണു തുറന്ന അവൾ അവനെ തള്ളി മാറ്റുന്നു. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ ബോയ് ഫ്രണ്ടിനെ ബ്രേക്കപ്പ് ചെയ്തേക്ക്, പക്ഷെ നീ അവൻ്റെ കൂടെ റൂമിൽ വന്നിരിക്കുന്നു. എന്നിട്ട് അവളെ പിടിച്ച് നീ എൻ്റേതാണ്, അത് നീ മറക്കണ്ട. അതിന് നീ എൻ്റെ സ്വപ്നത്തിൽ വരുന്ന ഒരാളാണ്, നീ പോകുന്നതാണ് നല്ലത്. ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ ഉടനെ വിവാഹം കഴിക്കും, അന്ന് ഞങ്ങൾ ഒന്നാകുമ്പോൾ നീ എൻ്റെ സ്വപ്നത്തിൽ പോലും വരരുത്. അപ്പോൾ അവൻ ഹീറോയുടെ കഴുത്തിലെ ബട്ടർഫ്ലൈ വീണ്ടും കാണുകയാണ്. ഹീറോയും പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞത് മറക്കണ്ട, എൻ്റെ വാക്ക് ധിക്കരിച്ചാൽ അവനായിരിക്കും പണിഷ്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞു പോകുന്നു. ഇപ്പോൾ അവൾ സ്വപ്നത്തിൽ നിന്ന് ഉണരുകയാണ്. ഇത് വെറും സ്വപ്നമാണ്, സത്യമല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ പറയുന്നു. ആ സമയത്ത് അവൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നു. എന്തു പറ്റി, എന്തിനാണ് പേടിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നു. അവനും പെട്ടെന്ന് കിസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡോറും സാധനങ്ങളെല്ലാം തുറക്കലും അടയിലും താഴെ വീഴലുമാണ്. എന്താണ് സംഭവിക്കുന്ന പോലും അറിയാതെ നിൽക്കുമ്പോൾ ഹീറോ അവൻ്റെ യഥാർത്ഥ രൂപത്തിൽ വരുന്നു. അവൻ്റെ കൂടെ ആ പാമ്പിനെയും കാണുന്നു. അവൻ്റെ കഴുത്തിലെ ബട്ടർഫ്ലൈ കണ്ടതും സ്വപ്നത്തിൽ വരുന്ന ആള് നീയാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ബോയ് ഫ്രണ്ട് ആ പാമ്പിനെ കണ്ട് ഈ പാമ്പാണ് അന്ന് റൂമിൽ വെച്ച് കണ്ടതെന്ന് പറഞ്ഞ് പേടിക്കുകയാണ്. പാമ്പ് വരുന്നത് കണ്ട് ബോയ് ഫ്രണ്ട് മയങ്ങി വീഴുന്നു. പിന്നെ അവളും അത് കണ്ട ഹീറോ അവളെ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ പാമ്പിനോട് പോകാനായി പറയുകയാണ്. ശേഷം അവളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹീറോ ആയിരിക്കും അവളെ നോക്കുന്നത്. അപ്പോൾ ഹീറോയുടെ അസിസ്റ്റന്റ് വന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചെന്ന് പറഞ്ഞ് ഹീറോ അവിടേക്ക് പോയി. കുറച്ചു നേരം കഴിയുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് പേടിച്ച് കണ്ണു തുറക്കുമ്പോൾ അവിടെ തൊട്ടടുത്ത് അവളുടെ ഫ്രണ്ടിനെ കാണുന്നു. ഫ്രണ്ട് പറയുന്നത് നീ 3-4 ദിവസം കഴിഞ്ഞാണ് കണ്ണു തുറക്കുന്നത്, ഇപ്പോഴെങ്കിലും കണ്ണു തുറന്നല്ലോ എന്ന് കേൾക്കുമ്പോൾ അവൾ ഒന്ന് ഷോക്കായി. പക്ഷേ അവൾക്കൊന്നും ഓർമ്മയില്ല. അവസാനമായി ഓർമ്മ ഉള്ളത് സ്വപ്നത്തിൽ വരാറുള്ള പയ്യനെ കണ്ടു, പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഒന്നും തന്നെ ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ അതല്ല, നീ നിന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ആയിരുന്നല്ലോ, അതാണ് ചോദിച്ചത്, അതൊന്നും നടന്നില്ലേ? അപ്പോൾ പിന്നെ എങ്ങനെ നീ പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞ് ഫ്രണ്ട് അവളുടെ മെഡിക്കൽ റിപ്പോർട്ട് കാണിക്കുന്നു. അത് കണ്ട് അവൾ ആകെ ഷോക്കാവുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പോലും അവൾക്കറിയില്ല. കാരണം ഇതുവരെയും അവൾ ആരോടൊപ്പം സ്പെൻഡ് ചെയ്തിട്ടും പോലില്ല. അപ്പോഴാണ് അവളൊരു കാര്യം ഓർക്കുന്നത്. സ്വപ്നത്തിൽ ആ പയ്യനുമായിട്ടാണ് അവൾ ക്ലോസ് ആവാറ്. എന്നാൽ ഒരു തവണ അവൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ നീ മാത്രമായിരിക്കുമെന്ന്. ഒരു സ്വപ്നമല്ലേ, അത് റിയലായിട്ട് നടന്ന ഒരു കാര്യമാണ്. എന്നാൽ അതെങ്ങനെ സംഭവിക്കാനാ? പക്ഷെ അതൊരു സ്വപ്നമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുമ്പോൾ അവിടേക്ക് അവളുടെ ബോയ് ഫ്രണ്ട് വരികയാണ്. രണ്ടുപേരും കാണുമ്പോൾ ആർക്കൊന്നതിന് സംഭവിക്കാത്തതിനാൽ സന്തോഷമുണ്ടെങ്കിലും അവിടേക്ക് അവൻ്റെ അമ്മയും കൂടി വരികയാണ്. അവർക്കാണെങ്കിൽ അവളെ ഒട്ടും തന്നെ കണ്ണി കണ്ടുകൂടാ. എന്താണെന്ന് വെച്ചാൽ ബോയ് ഫ്രണ്ടിന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഒരു പെൺകുട്ടിയല്ല അവൾ. അതുകൊണ്ടാണ് ഇപ്പോൾ അവളും ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ എല്ലാ കുറ്റവും അവിടെ തലയിലിടുകയാണ്. ഇത് ഇവൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇവൾ നിന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവളെ ചീത്ത പറയുന്നു. അവനവൻ്റെ അമ്മയോട് അങ്ങനെയൊന്നുമല്ല, അവൾ കാരണമൊന്നുമല്ല ഇങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്നിരുന്നാലും അമ്മ അവളെ ചീത്ത പറയുന്നത് നിർത്തിയില്ല. അവളും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മകൻ്റെ ഗേൾഫ്രണ്ടാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമില്ലെന്ന് കേട്ടതും അവർ അവളെ അടിക്കാനായി കൈപ്പൊക്കിയതും ഞാനൊരു സാധാരണ ഫാമിലി വന്നതാണെങ്കിൽ അതിനർത്ഥം ഞാൻ അതിന് നിങ്ങളെ ബഹുമാനിക്കുന്നതിന് അർഹനല്ല എന്നല്ല. അപ്പോൾ ബോയ് ഫ്രണ്ട് അവിടെ ഉണ്ടായ അവളെ റിപ്പോർട്ട് എടുത്ത് നോക്കുന്നു. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയാണ്. അവനും ഞെട്ടി. ഇതെങ്ങനെ പോസിറ്റീവായിട്ട് നടക്കും? നമുക്കിടയിൽ അതിനൊന്നും തന്നെ സംഭവിച്ചിട്ടില്ലല്ലോ. നമ്മൾ 3 വർഷമായി പ്രണയത്തിലായിട്ട്, 6 വർഷത്തോളം നിനക്ക് എന്നെ അറിയാം. ഇതെങ്ങനെ നടന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. സ്വപ്നത്തിൽ എപ്പോഴും ഒരു പയ്യൻ വരും, അങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് അവൾ പറയുമ്പോൾ കേൾക്കുന്നവർ അവൾക്ക് വട്ടാണെന്നേ പറയൂ. അതിനാൽ ഒരു കാര്യം അവൻ അവളോട് എക്സ്പ്ലെയിൻ ചെയ്യാനും പോയില്ല. അവൻ്റെ അമ്മയാണെങ്കിൽ ഇതാണ് അവസരം, ഇവളെ ഈ ഒരു കാരണം വെച്ച് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയെന്ന് പറയുമ്പോൾ നിന്റെ അന്തസ്സിന് തന്നെയാണ് നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, ക്യാരി
കാശിന് വേണ്ടി ഇത്തരം ചെറ്റത്തരം ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അവളെ അടിക്കുന്നു. അവളുടെ ഫ്രണ്ടും അത് തടയുമ്പോൾ അവർ വീണ്ടും അവളെ ചീത്ത പറയുകയാണ്. എൻ്റെ മകനെ ചതിച്ചതിന് നീ അനുഭവിക്കും, നോക്കി നിന്നു എന്ന് പറഞ്ഞ് അവളെ ആ ബെഡിൽ നിന്ന് വലിച്ചെടുത്ത് ബോഡി ഗാർഡ്സിനെ പിടിക്കാനായി പറഞ്ഞു. അവളും തന്നെ രക്ഷിക്കാനായിട്ട് ബോയ് ഫ്രണ്ടിനോട് പറയുമ്പോൾ അവൻ മാറി നിന്ന് എല്ലാം നോക്കി കാണുകയാണ്. അവൻ അവളെ അടിക്കാനായി കൈപ്പൊക്കിയതും കട്ട് ടൈമിലേക്കും ഹീറോ വരുന്നത്. ബോഡി ഗാർഡ്സിനെ അടിച്ചിട്ട് അവളെ രക്ഷിക്കുന്നു. അത് കണ്ടവർ ആരാണ് നീ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വന്ന ഹീറോ അവരുടെ കൈ ഒടിക്കുന്നു. അപ്പോൾ അവളുടെ വയറ്റിലെ കുഞ്ഞ് നിന്റെ ആണല്ലേ? അപ്പോൾ രണ്ടുപേരും ഇതെല്ലാം എൻ്റെ മകനിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നല്ലേ? അവൾ പ്രഗ്നൻ്റ് ആയ കാര്യം കേട്ട ഹീറോയ്ക്ക് ഒരുപാട് ഹാപ്പിയാവുന്നു. അന്നേരം അവൾ ചിലപ്പോൾ ഈ റിപ്പോർട്ട് തെറ്റായി വന്നതായിരിക്കാം, കാരണം അവളുടെ ശരീരത്തിൽ ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ട്, അതിനാലാണ് പോസിറ്റീവ് വന്നത്, വേണമെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്യാം, എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവർ അവളെ അപ്പോഴും കുറ്റപ്പെടുത്തി കൊണ്ടാണ് ഇരിക്കുന്നത്. ബോയ് ഫ്രണ്ടും അവൾ പറഞ്ഞത് കറക്റ്റായിരിക്കും, വീണ്ടും ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് വീണ്ടും റിപ്പോർട്ട് വരുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നത് അവൾ പ്രഗ്നൻ്റ് അല്ല, ആ റിപ്പോർട്ട് തെറ്റിപ്പോയി, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്നു. അത് കേട്ട ബോയ് ഫ്രണ്ട് അവളോട് ക്ഷമ ചോദിക്കുകയും നിന്നെ വെറുതെ തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞ് വരുമ്പോൾ അവൾ ദേഷ്യപ്പെടുന്നു. ഇപ്പോൾ മാത്രം എന്തിനാണ് വന്നത്? നിന്റെ അമ്മ ഇത്രയും ചെയ്തിട്ട് നീ നോക്കിക്കണ്ട് നിന്നതേലേ ഉള്ളൂ, എന്നെ തൊട്ടു പോകരുതെന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റി. അവൻ ക്ഷമ പറയുമ്പോൾ അവൾ മൈൻഡ് പോലും വെക്കുന്നില്ല. ഇപ്പൊ തുടങ്ങി ഇക്കാര്യം പറഞ്ഞ് അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഹീറോയ്ക്ക് സന്തോഷമായി. ശേഷം ഹീറോ പാമ്പിനൊപ്പം ഇരിക്കുകയാണ് കാണിക്കുന്നത്. അപ്പോൾ ഹീറോ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അമ്മയെ ഹീറോയുടെ ആൾക്കാരെ കൊണ്ട് കൂട്ടിക്കൊണ്ട് വരുന്നു. ഹീറോയെ കണ്ടതും നിനക്ക് ഞാൻ ആരാണെന്ന് പോലും അറിയില്ല, എന്റെ പവർ എന്താണെന്ന് പോലും അറിയില്ല. ഹീറോ കേൾക്കുമ്പോൾ ഹീറോ അവരുടെ കയ്യിൽ കാല് വെച്ച് അമർത്തിയിട്ട് എൻ്റെ പെണ്ണിൻ്റെ മേൽ നീ ഈ കയ്യല വെച്ചത് എന്ന് പറഞ്ഞ് അമർത്തുന്നു. എന്നിട്ട് അവരുടെ ഭർത്താവിനെ വിളിക്കുകയാണ്. അപ്പുറത്ത് അവരുടെ ഭർത്താവാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് നീ ആരോടാണ് എതിർത്ത് സംസാരിക്കുന്നത്, മര്യാദയ്ക്ക് എന്താണ് പ്രശ്നമെന്നുള്ളത് അത് സോൾവ് ചെയ്തേക്ക്, ഇല്ലെങ്കിൽ എല്ലാം തന്നെ പോകുമെന്ന് പറയുന്നു. അപ്പോഴാണ് അറിയുന്നത് ഹീറോ ഒരു സാധാരണ ആളല്ല. അതിനാൽ അവർ സ്വയം അടിച്ച് കുറ്റമേൽക്കുകയാണ്. എന്നിട്ട് അവരുടെ കുടുംബത്തെ കമ്പനി രക്ഷിക്കാനായിട്ട് ഹീറോ അവരോട് ഒരു കാര്യം ചെയ്യാനായിട്ട് പറയുന്നു. അവരുടെ മകനെ അവളുടെ ലൈഫിൽ നിന്ന് പിന്തിരിയാനും അവന് വേറെ ബ്ലൈൻഡ് ഡേറ്റിന് അയക്കണം. വീണ്ടും അവൻ അവളുടെ ലൈഫിൽ വരാതെ പാടില്ല. അവരും ഓക്കെ എന്ന് പറയുന്നു. പിറ്റേ ദിവസം അവളെ ബോയ് ഫ്രണ്ട് കാണാനായിട്ട് വരികയാണ്. എന്നാൽ അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവനും പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്ക്, എനിക്കറിയാം എൻ്റെ അമ്മ ചെയ്തത് തെറ്റാണ്, അതിനാൽ എനിക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട്, നിനക്ക് അറിഞ്ഞുകൂടെ ഞാൻ നിന്നെ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്നെയാണ് വിവാഹം കഴിക്കാനായി പോകുന്നത്, നിനക്ക് അറിയില്ലെന്ന് പറയുമ്പോൾ അവളുടെ മനസ്സൊരുക്കി വീണ്ടും അവനെ സ്വീകരിക്കുന്നു. എന്നാൽ ഇതെല്ലാം ഹീറോ ദൂരെ നിന്ന് കാണുന്നുണ്ടായി. ഉടനെ ബോയ് ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് കോൾ ചെയ്ത് ഞാൻ നിങ്ങളോട് എന്താണ് പറഞ്ഞത്, ഉടനെ അവളുടെ ലൈഫിൽ നിന്ന് അവനെ അകറ്റണം, അല്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലുമെന്ന് പറയുന്നു. അത് കേട്ടവർ അവന് കോൾ ചെയ്ത് ഇന്നൊരു ബ്ലൈൻഡ് ഡേറ്റിൻ്റെ കാര്യം നിന്നോട് പറഞ്ഞതല്ലേ, അവിടേക്ക് വേഗം പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. നീ പോയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും തന്നെ ഉണ്ടാകില്ലെന്ന് പറയുമ്പോൾ അമ്മയുടെ പ്രഷർ കാരണം സമ്മതിക്കുകയും അവളോട് എന്നോട് ക്ഷമിക്ക്, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് വർക്കുണ്ട്, അത് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയി. ശേഷം അവളെ അവളുടെ ഫ്രണ്ടും കൂടെ കാണിക്കുകയാണ്. അവൻ വന്ന് തന്നോട് ക്ഷമ പറഞ്ഞു, ഞാൻ വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. എന്നിട്ട് അവൾക്ക് ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ ഒരു ബുക്കിൻ്റെ കാര്യം പറയുന്നു. അതിൽ മിയാങ് വംശത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നുണ്ടായി. മിയാങ് വംശത്തിലുള്ളവർക്ക് വ്യത്യസ്തമായ പവർ ഉണ്ടാകും. അതുമൂലം ഒരു വ്യക്തി അവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അവരുടെ സ്വപ്നത്തിൽ പോയി എന്ത് വേണേലും ചെയ്യാം. അതിനുശേഷം അവളുടെ കയ്യിലുള്ള പാമ്പിൻ്റെ പടം ആ ബുക്കിലും കണ്ടു. അത് കേട്ട അവളുടെ ഫ്രണ്ട്, ഇതിനെക്കുറിച്ച് എൻ്റെ മുത്തശ്ശി പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതിനർത്ഥം നിന്നെ വേണമെന്ന് ആഗ്രഹിച്ച ആൾ നിന്റെ സ്വപ്നത്തിൽ വന്ന് ഒന്നായിരിക്കാൻ ട്രൈ ചെയ്യാം, അതും കൂടാതെ നിന്റെ ഡെസ്റ്റിനി വന്ന് കൂടെ ചേരും, ഇതുമൂലം ഭാവിയിൽ നീ അയാളുമായിട്ടായിരിക്കും കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചു വരുന്നു. ശേഷം അവർ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. അതേ റെസ്റ്റോറൻറ്റിലായിരിക്കും അവിടെ ബോയ് ഫ്രണ്ട് അമ്മ ഫിക്സ് ചെയ്ത ബ്ലൈൻഡ് ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്ലൈൻഡ് ഡേറ്റ് ചെയ്യാനായി വന്ന പെണ്ണ് വന്നതും അവനുമായി കൂട്ടിമുട്ടി വീഴുന്നു. അവനായിരിക്കും പിടിക്കുക. ഈ കാഴ്ച ഇവർ രണ്ടുപേരും കാണുകയും അവർ സംസാരിക്കുന്നതൊക്കെ കണ്ട് അവർ അവന് കോൾ ചെയ്ത് എന്നിട്ട് ചോദിക്കുന്നു, എവിടെയാണെന്ന് ചോദിക്കുന്നു. അവൻ കമ്പനി കാര്യത്തിനായി ഒരാളെ കാണാൻ വന്നതാണെന്ന് പറയുന്നു. അതെ, ഞാനിതൊക്കെ മുകളിൽ നിന്ന് കാണുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അവന് പിന്നാലെ പോയിട്ട് ഞാനൊരു ജോലിക്കായിട്ടാണ് വന്നത്, അവരെ കണ്ടത് നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. അപ്പോൾ കറക്റ്റ് ടൈമിലേക്കും ആ പെണ്ണ് വന്ന് ഒരു ഡോക്യുമെൻ്റ് കൊടുത്ത് ഈ പ്രോജക്റ്റിനെ പറ്റി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു പോകുന്നു. നോക്ക്, നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. അവളും അത് വിശ്വസിച്ചു അവനായിരിക്കും വീട്ടിൽ കൊണ്ടുവിടുന്നത്. ശേഷം റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്ത പെണ്ണ് അവന് കോൾ ചെയ്യുകയാണ്.
കോൾ ചെയ്തതും തന്നെ ഉപകാരത്തിന് നന്ദിയുണ്ട്. വെറും നന്ദി മാത്രമേ ഉള്ളൂ. ഞാൻ തന്ന കവറിൽ ഓപ്പൺ ചെയ്ത് നോക്ക്. അതിനുള്ളിൽ ഒരു കാർഡുണ്ട്. ഈ ഹോട്ടലിൽ വരാനായി വിളിക്കുകയാണ്. ഇവിടെ ഇവൾ വീട്ടിൽ വരുമ്പോൾ ഹീറോ എല്ലാം സെറ്റായോ? എല്ലാം ഓക്കെ ആയി. എന്ത് പറ്റി? ഇല്ല, നിന്റെ ബോയ് ഫ്രണ്ട് വേറെ ഏതോ പെണ്ണിൻ്റെ ഒപ്പം ബ്ലൈൻഡ് ഡേറ്റിന് പോയത് കേട്ടു. അത് കേട്ടവൾ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. അവൻ പ്രൊജക്റ്റ് കാര്യം പറയാനാണ് വന്നത്. ഹീറോ അവളുടെ മനസ്സ് തകർക്കാനായിട്ട്. അവൻ നിനക്ക് ചേരുന്ന ആളെയല്ല. എനിക്ക് അവന് മേൽ ഇപ്പോഴും സംശയമാണ്. നീ വേണമെങ്കിൽ നോക്കിക്കോ. അവൻ എന്തായാലും ആ പെണ്ണിനെ വീണ്ടും മീറ്റ് ചെയ്യാം. എന്നാൽ അവൾക്ക് അവൻ അങ്ങനെ ഒന്നും അല്ല. അവനിൽ എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു പോയി. ഇവിടെ ബോയ് ഫ്രണ്ട് ആ പെണ്ണ് പറഞ്ഞെടുത്ത് വരുന്നു. എന്നാൽ അവന് എന്തോ പന്തികേട് തോന്നുകയും തിരിച്ചു പോകാമെന്ന് കരുതിയതും ഉടനെ ആ പെണ്ണ് വാതിൽ തുറന്ന് അവനെ വിടാതെ റൂമിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ഇവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഹീറോ അവളുടെ സ്വപ്നത്തിൽ വരുന്നു. പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നിന്നോട് സത്യം പറയാനാണ് വന്നത്. നിന്റെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് നിനക്കറിയില്ല. അവൻ ഈ സമയത്ത് ഒരു ഹോട്ടൽ റൂമിൽ ഒരു പെണ്ണിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞ് റൂം നമ്പറൊക്കെ കൊടുക്കുന്നു. എന്നാൽ അവളത് ഒന്നും വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ സ്വപ്നത്തിൽ നിന്ന് കണ്ണു തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ഹീറോ അവിടെ ഇരിക്കുന്നുണ്ടാകും. അവൾ പുറത്തേക്ക് പോകുന്നത് കണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരാളെ കാണാനായിട്ട് പുറത്തേക്ക് വരുമോ എന്ന് ചോദിച്ച് ഹീറോയെ കൂട്ടി ആ ഹോട്ടലിലേക്ക് പോവുകയാണ്. അങ്ങനെ റൂമിന് മുന്നിലെത്തി ഡോറ് കൊട്ടിയുമ്പോൾ അവനായിരിക്കും ഡോർ ഓപ്പൺ ചെയ്യുന്നത്. ആ കാഴ്ച കണ്ട് ഷോക്കായ അവളെ ബോയ് ഫ്രണ്ട് സമാധാനപ്പെടുത്തേ, നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഇത്രയുമൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് ഒരടി കൊടുത്തു. ഇന്ന് മുതൽ എനിക്കും നിനക്കും യാതൊരു ബന്ധമില്ല, മറന്നേക്ക്, എല്ലാം ഇതോടെ നിർത്തിക്കുമെന്ന് പറഞ്ഞ് പോകുമ്പോൾ അപ്പോൾ ഹീറോ അവനോട് പറയുന്നുണ്ട്, ഇനിമേൽ അവളുടെ പിന്നാലെ വരരുത്. ഇനി അവൾ എനിക്ക് മാത്രമാണ് എന്ന് പറഞ്ഞതും അവന് ദേഷ്യം വരുന്നു. നിനക്കും നിന്റെ കുടുംബത്തിനും വരുന്ന പ്രശ്നങ്ങൾക്ക് ഞാനാണ് കാരണം. അന്ന് നിന്റെ റൂമിലൊരു പാമ്പിനെ കണ്ടതല്ലേ, അതും ഞാനാണ് അയച്ചത്. ഇപ്പൊ അറിഞ്ഞില്ലേ ഞാൻ ആരാണ്? എന്നെ മുട്ടാനായി വരരുത് എന്ന് പറയുമ്പോൾ ദേഷ്യം വന്നവൻ ഹീറോയുടെ കോളർ പിടിച്ചതും അത് കണ്ടവൾ ഓടിയെത്തി. ഇനി എന്തിനാണ് അവന്റെ മേൽ ചാടി കയറുന്നത്? ഇപ്പോൾ എന്റെ കമ്പനി ലോസാണ് പോകുന്നത്. സോ ഇവളെ എന്തായാലും കല്യാണം കഴിച്ചേ തീരൂ. എന്നിരുന്നാലും ഞാൻ നിനക്ക് ഉറപ്പ് തരാം, കല്യാണത്തിന് ശേഷം എല്ലാം കഴിയുമ്പോൾ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്ത് നിന്റെ അടുത്തേക്ക് വരുമെന്ന് പറയുന്നു. അതെല്ലാം കേട്ട അവൾക്ക് വീണ്ടും അവനിൽ വെറുപ്പ് കൂടുകയും, നല്ല കാര്യം, ഇപ്പോഴും ഞാൻ നിന്നെ വിട്ടത് നല്ല കാര്യം. നിന്നെപ്പോലൊരു മനുഷ്യന്റെ കൂടെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി മുതൽ എൻ്റെ കൺമുന്നിൽ വരരുതെന്ന് പറഞ്ഞ് ഹീറോയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇപ്പോൾ വീട്ടിലെത്തുമ്പോൾ അവളാകെ വിഷമത്തിലാണ്. ബ്രേക്കപ്പ് ചെയ്തതിനാൽ അതും വിചാരിച്ച് കരഞ്ഞുകൊണ്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അവിടേക്ക് ഹീറോ വന്ന് അവളൊന്ന് സമാധാനിപ്പിക്കാനായിട്ട്, ഒരു ചതിയന് വേണ്ടി നിന്റെ കണ്ണീന്ന് ഒരു തുള്ളിപ്പോലും കളയരുത്. ഇനിയെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊള്ളും. ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്, എല്ലാം ഓക്കെ ആവുമെന്ന് പറയുന്നു. ഹീറോയുടെ സംസാരം കേൾക്കുമ്പോൾ അവൾക്ക് ബെറ്ററായി ഫീൽ ആവുകയാണ്. കിടന്നുറങ്ങുന്നു. ഇവിടെ ബോയ് ഫ്രണ്ടിനെ കാണിക്കുകയാണ്. ഹീറോ പറഞ്ഞത് വെച്ചൊക്കെ ഓർത്ത് അവൻ ഓരോ ബുക്ക് നോക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ ഒരു സാധാരണ ആളെയല്ല. അവൻ ബ്ലാക്ക് മാജിക് ഒക്കെ അറിയാം. അവനെ കൊണ്ട് മൈൻഡ് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാവുകയാണ്. അതിനാൽ അവന് ഒരു മുട്ടൻ പണി കൊടുക്കാനായി പ്ലാൻ ഇടുന്നു. ഇവിടെ വീണ്ടും അവൾ സ്വപ്നത്തിൽ പോവുകയാണ്. അതിനാൽ പേടിച്ചവൾ വേഗം തന്നെ എഴുന്നേറ്റു. രാവിലെ തന്നെ ഒരു പേടി സ്വപ്നം കണ്ടതിനാൽ ആകെ അപ്സെറ്റായിട്ടാണ് താഴെ വരുന്നത്. വന്നതും നേരെ ഹീറോയുമായി കൂട്ടിമുട്ടി. അപ്പോൾ ഹീറോയിൽ നിന്ന് വരുന്ന സ്മെല്ല് സ്വപ്നത്തിൽ വരുന്ന അതേ ആളിൻ്റെ മണം പോലെ ഫീൽ ആവുകയും ഹീറോയുടെ കഴുത്തിൽ ഒന്ന് മണത്ത് നോക്കുമ്പോൾ അവനും അവളെ പിടിച്ച്, നീ എന്താണ് ചെയ്യുന്നത്, മണക്കണോ എന്ന് ചോദിക്കുമ്പോൾ അവളും അതേന്ന് പറഞ്ഞതും മണപ്പിക്കുന്നു. ഹീറോ ആണെങ്കിൽ ചിരിച്ചായിരിക്കും നിൽക്കുക. ഹീറോ ചിരിക്കുന്നത് കണ്ട്, അതിന് നീ എന്തിനാണ് ഇത്തരം ചിരിക്കുന്നത്? അല്ല, ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താക്കന്മാരെ ഭാര്യമാർ ഇതേപോലെയാണ് പിടിച്ചു നിർത്തി മണത്ത് നോക്കുന്നത്. വല്ല പെണ്ണിൻ്റെ സ്മെല്ലുണ്ടെന്നറിയാൻ. ഞാനൊന്നും ചെയ്തില്ലല്ലോ, നീ എന്തു നോക്കിയാ പറയുന്നേ? ഞാൻ നിന്റെ ചേച്ചിയാണ്, അത് മറക്കണ്ട. ഹീറോ പിന്നിൽ അവളെ പിടിച്ച്, അതിന് നമ്മൾ രക്തബന്ധുക്കളല്ല. ഞാൻ ആരാണ്, നീ ആരാണ്? അതിനാൽ ഇതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവളോട് പറയുന്നു. അപ്പോൾ ഹീറോ അവളെ കൺട്രോൾ ചെയ്ത് നേരെ സോഫയിൽ കിടത്തി കിസ് ചെയ്യുകയാണ്. അന്നേരം അവളുടെ അച്ഛൻ വരികയാണ്. അവരെ അവസ്ഥയിൽ കണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. നിങ്ങൾ രണ്ടുപേരും ചേച്ചിമനിനും ബന്ധമാണുള്ളത്. എന്നാൽ അതിന് ഹീറോ ഒട്ടും സമ്മതിക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും രക്തബന്ധമൊന്നുമില്ല. അല്ല, ഞാനും ഇവളും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളോട് അച്ഛൻ നീയും അവനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളും അതേന്ന് പറയുന്നു. അത് കേട്ട അച്ഛൻ ആകെ ഷോക്കായി. ഇതുവരെ അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല. സോ അവരുടെ സന്തോഷത്തിന് എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞു പോകുന്നു. അവളാണെങ്കിൽ അച്ഛനെ വിഷമിപ്പിച്ച് ഇരിക്കുമ്പോൾ ഹീറോ അവളോട് സത്യത്തിൽ നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനവൾ എനിക്കറിയില്ലെന്ന് പറഞ്ഞു പോയി. ശേഷം അവർ ഈ നടന്ന കാര്യം ഒക്കെ ഫ്രണ്ടിനോട് പറഞ്ഞ് ബാറിലിരിക്കുകയാണ്. ഓവറായി കുടിച്ചതിനാൽ അവൾ ഛർദ്ദിക്കുകയും ഫ്രണ്ടൊന്ന് മാറിയപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് വന്ന് അവളെ തട്ടിക്കൊണ്ടുപോയി. ഫ്രണ്ട് തിരിച്ചു വരുമ്പോൾ അവളെ കാണുന്നില്ല. അതിനാൽ ഉടനെ ഹീറോയെ കോൾ ചെയ്ത് കാര്യം അറിയിക്കുന്നു.
അവനാണെങ്കിൽ അവളെ ഒരിടത്ത് കെട്ടിവെച്ചിട്ടുണ്ടാകും. അവളുടെ കണ്ണിൽ കെട്ടയച്ച് ബോയ് ഫ്രണ്ടിനെ കണ്ടതും അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് വരുന്നത്. ഞാൻ നീയുമായിട്ടുള്ള എല്ലാം വേണ്ടെന്ന് വെച്ചതല്ലേ, നിന്നെ പോലെ ഒരുത്തനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിനവൻ പറയുന്നത് അതിന് നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, നമുക്കിടയിൽ ഉള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാനാണ് നിന്നെ കൊണ്ടുവന്നത്. എന്നാൽ അവൾ അത് കേൾക്കുന്നത് പോലുമില്ല. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, നീ എന്നെ ചതിച്ചതെല്ലാം സത്യമാണ്. നിന്നെ പോലെ ഒരുത്തൻ്റെ കൂടെ ഞാൻ ഒന്നും ഉണ്ടാകില്ല. അത് കേട്ട് ദേഷ്യം വന്ന ബോയ് ഫ്രണ്ട്, ഇപ്പോൾ നിനക്ക് നിന്റെ അനിയനുണ്ടല്ലോ, അതാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് അവളെ മോശമായിട്ട് പറഞ്ഞ് അവൾ ഉപദ്രവിക്കുന്നു. ഇതൊക്കെ വീഡിയോ ആക്കി നിന്റെ അനിയന് തന്നെ അയച്ചു കൊടുക്കാം. അവൻ വരുമ്പോൾ നീ കണ്ടോ, അവൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോ അവിടെ എത്തുക. ഹീറോയെ കണ്ടതും നീ വന്നോ, മര്യാദയ്ക്ക് നീ നിന്റെ രൂപത്തിലേക്ക് മാറ്, നീ ആരാണെന്നുള്ളത് അവളും കാണട്ടെ, ഇല്ലെങ്കിൽ അവളുടെ മുഖം ഞാൻ കത്തിച്ച് കളയുമെന്ന് പറഞ്ഞ് ലേറ്റർ വെച്ച് ഹീറോയെ ഭീഷണിപ്പെടുത്തി. അന്നേരം ഹീറോയ്ക്ക് ചുറ്റും തീ കത്തിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ ഹീറോ അവൻ്റെ യഥാർത്ഥ രൂപത്തിൽ മാറുമെന്ന് കരുതിയിട്ട്, പക്ഷേ ഹീറോയ്ക്കൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഹീറോ അവൻ്റെ ഊടക്കുഴലെടുത്ത് ഓതുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ കുറേ പാമ്പും കൂടെ ഹീറോയുടെ ആ വമ്പൻ പാമ്പും കാണും. അത് കണ്ട് പേടിച്ച് മിക്ക ഗുണ്ടുകളും പേടിച്ചു പോയി. വമ്പൻ പാമ്പ് ബോയ് ഫ്രണ്ടിനെ കൊല്ലുകയാണ്. ഇതൊക്കെ കണ്ടാകെ ഷോക്കായിട്ടാണ് അവൾ ഇരിക്കുന്നത്. ഹീറോ അവിടെ അടുത്തേക്ക് വന്ന് അപ്പോൾ ഹീറോയുടെ കഴുത്തിലെ ആ ബട്ടർഫ്ലൈ ടാറ്റു കണ്ടതും ഇവനാണ് അവളുടെ സ്വപ്നത്തിൽ വരുന്ന ആള്. ഇത്രയും നാളും അവളെ ചുറ്റി നടക്കുന്ന സംഭവങ്ങൾക്ക് ഇവനാണ് കാരണം എന്ന് മനസ്സിലാവുകയും, എന്തിനാണ് നീ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, നീ എൻ്റെ വിശ്വാസത്തെയാണ് തകർത്തത്, നീ എന്നെ മോശമായിട്ടാണ് യൂസ് ചെയ്തത് എന്ന് പറഞ്ഞ് കരഞ്ഞ് ഹീറോയെ വെറുപ്പിക്കുന്നു. ഹീറോ അവളെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ അതൊന്നും കേൾക്കാതെ അവിടുന്ന് പോയി. നടന്നു പോകുമ്പോഴും ഹീറോയ്ക്കൊപ്പം ഉണ്ടായ എല്ലാ നിമിഷങ്ങളും അവൾ ഓർക്കുകയും, എൻ്റെ കൺമുന്നിൽ നല്ലവനായിട്ട് അഭിനയിച്ച് അവസാനം എന്നെ ചതിക്കുകയാണല്ലേ ചെയ്തത് എന്ന് പറഞ്ഞു പോകുമ്പോൾ അവൾക്ക് മുന്നിൽ ഒരു പെണ്ണ് വരികയാണ്. ഞാൻ മിയങ് വംശത്തിലുള്ള ആളാണ്, ഹീറോയുടെ ഫിയാൻസി ആയിരിക്കും. അവളുടെ വെഡിങ് കാർഡ് കൊടുക്കുന്നു. ഇവിടെ ഹീറോയെ കാണിക്കുകയാണ്. അവൻ്റെ ആൾക്കാർ, മാസ്റ്റർ നിങ്ങൾക്ക് ഉടനെ കല്യാണമാണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ ഫിയാൻസി വെയിറ്റ് ചെയ്യുകയാണ്, നാട്ടിൽ പോകാം എന്ന് പറയുന്നു. എന്നാൽ ഹീറോയ്ക്ക് ആ കല്യാണത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല. അവൻ്റെ മനസ്സിൽ അവളാണ്. അതിനാൽ ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കാനായി സംസാരിച്ചിരിക്കുമ്പോൾ അവൾ ഹീറോയെ വിളിച്ച്, കല്യാണം അവൻ പോകുന്നത് ഞാൻ കേട്ടു, ആദ്യം നീ എൻ്റെ ശരീരം യൂസ് ചെയ്ത് അതിന് ക്ഷമ പോലും പറയാതെ വേറെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നു, ഇതെല്ലാം ചെയ്തിട്ട് നിനക്ക് നാണമില്ലെന്ന് പറഞ്ഞ് അവൾ ഹീറോയെ ചീത്ത പറഞ്ഞ് കോൾ കട്ടാക്കുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ അവളുടെ ഹാർട്ട് ഭയങ്കരമായിട്ട് പെയിൻ വരികയാണ്. ഹീറോ ഇവിടെ കാണിക്കുകയാണ്. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ വിഷമത്തിൽ അവൻ സ്വയം തന്നെ ശിക്ഷയേൽക്കുകയാണ്. അവൾക്കാണെങ്കിൽ എല്ലാം നഷ്ടമായ വിഷമത്തിൽ കരഞ്ഞു തളർന്നു. അവളുടെ ഫ്രണ്ടായിരിക്കും അവളെ സമാധാനിപ്പിക്കുക. ഞാൻ അനിയനായിട്ടാണ് കണ്ടത്, എന്നോട് ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് അവൻ പെരുമാറിയത്, എന്നാൽ അവനെ വെറുക്കാനേ പറ്റുന്നില്ല, അവനെ ഓർക്കുമ്പോൾ മിസ്സും ചെയ്യുന്നു എന്ന് ഹീറോയെ പറ്റി പറയുന്നു. ഇങ്ങനെ അവനെ ഓർത്ത് നീ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അവനോട് സ്നേഹം കാണും, അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഫീലിങ്സ് വരാൻ അവനെന്തിനും ചെയ്ത് കാണും. എന്നാൽ അവർക്ക് സ്വപ്നത്തിൽ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ, മറ്റുള്ളവരുടെ മനസ്സിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഇത് റിയൽ ആയിരിക്കും. എല്ലാം മറന്ന് അവനോടൊപ്പം ഒന്നിക്കുന്നതായിരിക്കും നല്ലത്. അതൊരുപാട് വൈകിപ്പോയി, അവന്റെ വിവാഹമാണെന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ അവിടേക്ക് ഹീറോയുടെ അസിസ്റ്റന്റ് വരുന്നു. മാസ്റ്റർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി അവരുടെ ഫാമിലി എല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് അറിയുന്നത് വർഷങ്ങൾക്ക് മുന്നേ അവൾക്ക് വേണ്ടിയാണ് തിരിച്ചു വന്നത്. അപ്പോൾ അസിസ്റ്റന്റ് കണ്ണ് ഒരു മണിയിലേക്ക് പോവുകയാണ്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ രക്ഷിച്ച ആ മണി തന്ന ആള് വേറെ ആരുമല്ല, അത് ഹീറോയാണ്. ഈ മണി അവരുടെ വംശത്തിൽ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആൾക്കാണ് കൊടുക്കുന്നത്. മാസ്റ്റർ ചെയ്തതെല്ലാം തെറ്റാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ പ്രണയം നുണയല്ല. അതെല്ലാം കേട്ടവൾ ഹീറോയെ കാണുമെന്ന് പറയുന്നു. ഒരുപാട് ലേറ്റായി. ഹീറോ നാട്ടിൽ പോയി. അവർക്കിന്ന് കല്യാണമാണ്. ഉടനെ അവൾ ഹീറോയെ കാണാനായി നാട്ടിൽ പോകുന്നു. ഹീറോയുടെ മുത്തശ്ശൻ ചെറിയ പാർട്ടിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫിയാൻസിയെ വിളിച്ച് ഇന്ന് തന്നെ ഇവരുടെ വിവാഹം നടക്കുമെന്ന് പറയുന്നു. അത് കേട്ട ഹീറോ ഒന്ന് ഷോക്കാവുന്നു. കാരണം ഹീറോ പോലും അറിഞ്ഞിട്ടില്ല ഇന്ന് തന്നെ കല്യാണം നടക്കുന്നുള്ളത്. അവിടേക്കായിരിക്കും അവൾ എത്തിയിരിക്കുക. അവളെ കണ്ടതും ഹീറോ കാണാനായി പോകുമ്പോൾ മുത്തശ്ശൻ അവനെ തടഞ്ഞ്, ഇവൾ നിനക്ക് ഒട്ടും യോജിക്കില്ല, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ ആളെ കെട്ടിക്കോ, അതാണ് നിനക്ക് നല്ലത്. ഹീറോയും അവൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അവളുടെ ലൈഫിൽ തന്നെ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് പിന്നാലെ പോകുമ്പോൾ അവൾ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ഹീറോയ്ക്ക് പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. അവളുടെ അടുത്തേക്ക് പോയി. അതിനാൽ മുത്തശ്ശന്റെ പവർ യൂസ് ചെയ്ത് കൊല്ലാനായി നോക്കുമ്പോൾ ഹീറോ മുത്തശ്ശന്റെ പവർ തടുത്ത് മുത്തശ്ശനെ തന്നെ കൊല്ലുന്നു. കാരണം അവൾക്കൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട്. അങ്ങനെ ഹീറോയും അവളും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതോടെ ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.